എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമുക്ക് ഇന്നത്തെ വ്ലോഗിലേക്ക് പോയാലോ? അപ്പോൾ പതിപോലെ രാവിലെ 4 മണിയായപ്പോൾ എഴുന്നേറ്റ് അലാറം വെച്ചിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. ചൂട് കൂടുതൽ കാരണം വെളുക്കാറാകുമ്പോഴത്തേനും അങ്ങ് കിടന്നുറങ്ങി പോവും. അതുകൊണ്ട് ഞാൻ അലാറം ഇപ്പോൾ വെച്ചിട്ടാണ് കിടക്കുന്നത്. അല്ലെങ്കിൽ നേരത്തെ കറക്റ്റ് സമയത്ത് എഴുന്നേറ്റുകൊണ്ടിരുന്നതാണ്. അലാറം അടിച്ച് കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് കഞ്ഞിക്ക് വെള്ളമൊക്കെ ഇട്ട് അരിയിട്ട് തിളച്ചപ്പോഴത്തേനും ഞാൻ ചെറിയ അടുപ്പിലോട്ട് മാറ്റി വെച്ചേ. ഇനിയിപ്പം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിനായിട്ടാണ് മറ്റേ അടുപ്പിലോട്ട് നമുക്ക് കുറച്ച് പയർ അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ച്, വൻപയറ്. അപ്പോൾ അതൊന്ന് കഴുകി കുക്കറിനകത്ത് ഞാൻ എടുക്കാൻ പോവുകയാണേ. അപ്പം ഞാനത് കഴുകി എടുത്തുകൊണ്ട് വന്നു. അതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ ഞാൻ തലേദിവസം ചിരണ്ടി വെച്ചിരുന്നതാണ്. അതെടുത്ത് ഞാൻ വെളിയിൽ വെച്ചതാണ്, അതിൻ്റെ തണുപ്പൊന്ന് മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് വെളിയിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. പിന്നെ കഴിഞ്ഞ ദിവസം മാളിൽ പോയപ്പോൾ ഞാനൊരു കഷ്ണം ചേനയും വാങ്ങിച്ചു. അതുപോലെ തന്നെ ഒരു പാക്കറ്റ് കൂണും മേടിച്ചു. ഇപ്പോൾ 2-3 ദിവസമായി കൂണ് വാങ്ങിച്ചു വെച്ചിട്ട്. ഒത്തിരി ദിവസം കൂണ് ഫ്രിഡ്ജിനകത്തിരുന്ന് അഴുക്കായി പോവുക. ഇപ്പം തന്നെ അതിൻ്റെ അടിവശമൊക്കെ ഒന്ന് കറുത്ത് കാണും. അപ്പം ഞാനതും ഒരു മസാലക്കറി പോലെ വെക്കാം. പിന്നെ ചേനയും പയറും എരിശ്ശേരിയും വെക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഈ കൂണൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ ഭയങ്കര പാടാണ്. കണ്ടോ, ഇതിൻ്റെ പുറത്തൊക്കെ ഒരുമാതിരി അഴുക്ക് പോലത്തെ ഉണ്ട്. അപ്പം ഞാൻ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള കൂണുകളൊക്കെയാണെങ്കിൽ നമ്മൾ ഇത് തൊലി പൊളിച്ചതിന് ശേഷം കുറേ സമയം നമ്മളിത് മഞ്ഞവെള്ളത്തിലിട്ട് വെക്കണം. മഞ്ഞപ്പൊടി കലക്കിയിട്ട് ആ വെള്ളത്തിനകത്ത് ഇട്ട് വെക്കണം. പക്ഷേ ഇവിടുത്തെ കൂണൊന്നും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിത് വളർത്തുന്ന കൂണാണല്ലോ. അപ്പം അത് കുറച്ച് ദിവസം പറിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിരിക്കുന്നത്. അപ്പം ഞാനിതിൻ്റെ പുറത്തെ ആ തൊലിയൊക്കെ ഒന്ന് പൊളിച്ച് കളയും. അതിന് ശേഷം അതിനകത്തെ കറുപ്പൊക്കെ കുറച്ചൊക്കെ, ഒത്തിരി കറുപ്പുള്ളതൊക്കെ കുറച്ച് ചെത്തിക്കളയുവേ. അപ്പോൾ അത് നല്ലതാണോ അഴുക്കാണോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും എനിക്കത് കാണുമ്പോൾ എന്തോ ഒരു അസ്വസ്ഥത പോലെയാണ്. അതുകൊണ്ട് അകത്തെ കുറച്ചൊക്കെ ഭയങ്കരമായിട്ട് കറുത്തിരിക്കുന്നതൊക്കെ ഞാനൊന്ന് ചെത്തിക്കളയുവേ. അപ്പം ഇത് ക്ലീൻ ചെയ്തെടുത്ത് തൊലി ഒന്ന് പൊളിച്ചെടുക്കാൻ ഇച്ചിരി പാടാണ്. ചിലതിൻ്റെയൊക്കെ പെട്ടെന്ന് പൊളിച്ചെടുക്കാം, പക്ഷേ ചിലതൊക്കെ ഭയങ്കര പാടാണ്. ഇതിനകത്ത് തീരെ ചെറിയ കൂണുമുണ്ട്. അപ്പോൾ വലുതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് പൊളിച്ച് ഇതുപോലെ എടുക്കാം. ചെറുതാകുമ്പോഴത്തേനും നമുക്ക് കുറേ ടൈം എടുക്കും അതൊന്ന് പുറത്തെല്ലാം പൊളിച്ചെടുക്കുന്നതിന്. അപ്പം ഞാനിതൊന്ന് പൊളിച്ചെടുത്ത് അരിഞ്ഞുകൊണ്ട് വരാവേ. നേരത്തെയൊക്കെ നാട്ടിലൊക്കെ ആയിരുന്ന സമയത്ത് ഈ ഇടി വെട്ടുമ്പോഴത്തേന് കൂണുണ്ടാകുമായിരുന്നു. അപ്പോൾ അത് പറിച്ച് നമ്മൾ ഒത്തിരി സമയം മഞ്ഞവെള്ളത്തിലിട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ്. ഇതിന് ഈ കൂണിനൊന്നും വലിയ ടേസ്റ്റൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പെട്ടെന്നുണ്ടായി വരുന്ന ആ കൂണിന് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ പണ്ട് നമ്മൾ കൊച്ചായിരുന്നപ്പോഴൊക്കെ പറിച്ചൊക്കെ കറി വെച്ച് കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോഴെങ്ങും അതൊന്നും, ഒന്നാമത് സ്ഥലങ്ങളൊക്കെ എല്ലാവർക്കും കുറവാണ്. ഉള്ള സ്ഥലത്തൊക്കെ വീടും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് ഇപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. കൂടുതൽ ചെതൽപ്പുറ്റൊക്കെ ഉള്ളിടത്ത് ഈ കൂണുണ്ടാകുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ കൂണൊക്കെ അരിഞ്ഞൊന്ന് മാറ്റി വെച്ചേ. അതിന് ശേഷം നമ്മൾ ചേനയൊന്ന് അരിയുകയാണ്. ചേന കൈ ചൊറിയുന്ന ഒരു പരിപാടിയാണ് ഈ ചേനയരിച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ ചേനയുടെ പകുതിയേ എടുത്തുള്ളേ. നമുക്ക് അതിനുള്ള പയറേ ഞാനിട്ട് വെച്ചിട്ടുള്ളൂ. ഒരു ഉച്ചക്കത്തേക്കിന് മതി, വൈകിട്ടത്തേക്കിനൊക്കെ ആകുമ്പോൾ ഇതൊക്കെ അഴുക്കായി പോകും. അതുകൊണ്ട് കുറേശ്ശെയാണ് ഇപ്പോൾ എല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ രാവിലെ ചേട്ടൻ ചോറിൻ്റെ കൂടെ കുറച്ച് കഴിക്കും. പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് 3 പേർക്കും കഴിക്കാനുള്ളത് മതി. പിന്നീട് വന്നു കഴിഞ്ഞാൽ അത് ബാക്കി കളയേണ്ട വരും. അത് കാരണം ഞാൻ കുറച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചേന അരിയുമ്പോഴത്തേന് ഞാൻ ആദ്യം ഇതിൻ്റെ തൊലി, ഇതിൻ്റെ പുറത്തെ എല്ലാം അഴുക്കെല്ലാം ചെത്തിക്കളഞ്ഞതിന് ശേഷം അതിൻ്റെ പുറമേ വെള്ളം ഒഴിച്ച് കഴുകത്തേ ഉള്ളേ. കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഞാൻ കഴുകിയെടുക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൈ ഭയങ്കരമായിട്ട് ചൊറിയും. ഇങ്ങനെയാകുമ്പോൾ വലിയ ചൊറിച്ചിലൊന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ചേന അരിയുമ്പോൾ ഇതുപോലെയാണ് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമുക്കിതും കൂടെ ഒന്ന് കഷ്ണങ്ങളാക്കി എടുക്കാം. ഇത് വലിയ കഷ്ണങ്ങളാക്കിയാണ് എടുക്കുന്നത്. എരിശ്ശേരിക്കൊക്കെ അരിയുമ്പോഴത്തേക്കും നമ്മൾ വലിയ കഷ്ണങ്ങളാക്കിയാണല്ലോ എടുക്കുന്നത്. അപ്പോൾ ഇതും കൂടെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാവേ. ഈ സമയം കൊണ്ട് നമ്മൾ പയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാനതിലേക്ക് നമ്മുടെ ചേന ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം കുക്കറൊന്ന് അടച്ച് വെക്കുകയാണ്. ഈ കുക്കറിൻ്റെ അടിവശത്തെ പിടി എൻ്റെ ഇത് താഴെ ഇപ്പോൾ ഒടിഞ്ഞു പോയതാണ്. പക്ഷേ ഈ കുക്കർ നല്ലതായതുകൊണ്ട് എനിക്ക് കളയാനായിട്ട് തോന്നുന്നില്ല. ഇവിടെ ഈ പിടിയുടെ ഇത് നോക്കിയിട്ട് ഇവിടെ മാളിലൊന്നും കിട്ടുന്നുമില്ല. അതുകൊണ്ട് എനിക്ക് കളയാൻ ഇഷ്ടമില്ല. നമുക്ക് കുറച്ച് പരിപ്പും പയറും അങ്ങനെയുള്ള ചെറിയ കറികളൊക്കെ വെക്കുമ്പോൾ വേവിക്കാനായിട്ട് നല്ലതാണ്. അതിന് പ്രസ്റ്റീജിൻ്റെ കുക്കറും കൂടി ആയതുകൊണ്ട് എനിക്കത് കളയാൻ മടിയാണ്. നല്ല കുക്കറാണ്. ചേട്ടൻ ഞാനിവിടെ വരുന്നതിന് മുമ്പ് ചേട്ടൻ ഫുഡ് വെച്ച് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ വാങ്ങിച്ച കുക്കറാണ്. അപ്പം വില കൂടിയ കുക്കർ മേടിക്കുമ്പോൾ നമുക്ക് കുറേ നാളുകളോളം യൂസ് ചെയ്യാൻ പറ്റും. ലോക്കലായിട്ടുള്ള വാങ്ങിക്കുമ്പോഴാണ്
പെട്ടെന്ന് കുക്കറൊക്കെ പോകുന്നത്. അപ്പം ഞാൻ ഈ കുക്കർ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. വലിയൊരു കുക്കറുണ്ട്, അത് ചിക്കനോ ബീഫൊക്കെ ഒത്തിരി കറി വെക്കുമ്പോൾ മാത്രമാണ് എടുക്കാറുള്ളത്. അപ്പം ഞാൻ അത് അടുപ്പത്ത് വെച്ചതിന് ശേഷം നമ്മൾ തേങ്ങായും ജീരകവും വെളുത്തുള്ളിയും പിന്നെ 5-6 പച്ചമുളകും 1/2 ടീസ്പൂൺ കുരുമുളകും കൂടെ ഒന്ന് ചതച്ച് എടുക്കും. ചതച്ചല്ല, ഇച്ചിരിയും കൂടെ അവിയലിൻ്റെ പരുവത്തിൽ കുറച്ചുകൂടി ഒന്ന് അരച്ചെടുക്കണേ. ആ രീതിയിലാണ് എരിശ്ശേരിക്ക് അരയ്ക്കേണ്ടത്. അപ്പോൾ അതും ഒന്ന് ഞാൻ മിക്സിക്കകത്തിട്ടൊന്ന് അരച്ചെടുക്കുവാണേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മിക്സി ഊരി അതേ സ്ഥലത്ത് തന്നെ എടുത്ത് വെച്ച് അന്നേരം തന്നെ നമ്മൾ അതൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ പണി കുറച്ച് എളുപ്പമാവുകയും ചെയ്യും. അല്ലെങ്കിൽ ആ പാത്രം എല്ലാം തട്ടിയും മുട്ടിയും എല്ലാം അവിടെ ഇട്ട് നാശമാക്കും. അതുകൊണ്ട് അന്നേരം തന്നെ ആ മിക്സി എടുത്ത് ഞാൻ അലമാരിക്കകത്ത് വെച്ച് അതിന് ശേഷം ഞാൻ എൻ്റെ ഒരു സ്പൂൺ അപ്പം അതിനിടയിലോട്ട് പോയി അതൊന്ന് എടുക്കാനായിട്ട് നോക്കിയിട്ടൊന്നും ഒരു രക്ഷയില്ല. അപ്പോഴാണ് എൻ്റെ മീൻ വെട്ടുന്ന കത്രിക അതിനിടയ്ക്ക് വാഷിംഗ് മെഷീൻ്റെയും ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പുണ്ട്, അതിനകത്ത് കിടക്കുവാണ്. അപ്പോൾ അതെടുക്കാനായിട്ടൊന്നും നോക്കിയിട്ട് ഒരു രക്ഷയില്ല. അപ്പോഴത്തേന് ഞാൻ കമ്പെടുത്തൊന്ന് എടുക്കാമെന്ന് വിചാരിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടങ്ങ് ഒരു രക്ഷയില്ല. അത് അതിന് ഇടയ്ക്കൊന്നും എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിപ്പോയി. അപ്പോൾ കത്രിക ഞാൻ കുറേ ദിവസമായി ഇങ്ങനെ തപ്പി നടക്കാൻ, എവിടെ പോയെന്നറിയത്തില്ല. അപ്പോൾ ഈ സ്പൂണ് വീഴുന്ന ഒച്ച കേട്ടുകൊണ്ട് നോക്കിയപ്പോഴാണ് അതിനകത്ത് കിടക്കുന്നത് കണ്ടത്. അപ്പോൾ പിന്നെ അത് രണ്ടും എടുക്കാൻ പറ്റിയില്ല, അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ഇനി എപ്പോഴെങ്കിലും വാഷിംഗ് മെഷീൻ ഒന്ന് ഇങ്ങോട്ടൊന്ന് മാറ്റി വെക്കുന്ന സമയത്ത് ഇനി അതെടുക്കാമെന്ന് വിചാരിച്ചേ. ഇനിയിപ്പോൾ നമ്മൾ കൂൺ മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഞാനിപ്പോൾ ഒരു സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കൂണ് നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റി ചെറിയൊരു കളർ മാറി വരുന്ന സമയം വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. സവോളയൊന്ന് നന്നായിട്ട് വഴന്നു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുവാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂണോളം മീറ്റ് മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളുടെ കൂണ് നമുക്കിട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചൊന്നും വേവിക്കേണ്ട, തുറന്ന് തന്നെ വെച്ച് വേവിച്ചെടുക്കാം. കാരണം ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിനകത്ത് തന്നെ വെള്ളമുണ്ട്, ആ വെള്ളം ഇറങ്ങിക്കോളും. ലാസ്റ്റ് വരുമ്പോൾ ഒരു കുറച്ചേ കാണത്തുള്ളൂ. ഇത് ഉണ്ടാക്കി വരുമ്പോഴത്തേന് നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വാണ്ടിറ്റി ഒന്നും കാണത്തില്ല. അപ്പോൾ ഞാനൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുവാണ്. അപ്പോൾ തുറന്ന് വെച്ച് തന്നെ ഇളക്കി കൊടുത്ത് തന്നെ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ മൂടി വെച്ച് വേവിക്കുമ്പോൾ അതിൻ്റെ ആവിവെള്ളവും കൂടെ അതിലേക്ക് വീട് കഴിയുമ്പോൾ ഒത്തിരി അങ്ങ് വല്ലാതെ അങ്ങ് അവിഞ്ഞ പോലെ ആയി പോകും. അതുകൊണ്ട് ഇതേ രീതിയിൽ തുറന്ന് വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുത്ത് നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഇപ്പോൾ പുതിയതായിട്ടൊരു ശീലം തുടങ്ങിയിട്ടുണ്ട്. ചിയ സീഡ് രാവിലെ വെറും വയറ്റിൽ കുടിക്കുക എന്നുള്ളത്. എഴുന്നേറ്റ് വരുമ്പോഴേ അത് വെള്ളത്തിലിട്ട് വെക്കും. ഒരു ഗ്ലാസ് വെള്ളത്തിൽ 1 ടീസ്പൂൺ ഇട്ട് വെക്കുവേ. എന്നിട്ട് ഇതേണ്ട വെറും വയറ്റിൽ ഇതങ്ങ് കുടിക്കും. നമ്മുടെ വണ്ണം കുറയാനും അതുപോലെ തന്നെ വയറിനകത്ത് നല്ല ദഹനമൊക്കെ കിട്ടാനും എല്ലാത്തിനും നല്ലതാണ്. അപ്പോൾ ഞാനിത് ഇപ്പം കുറച്ച് ദിവസമായിട്ട് കുടിക്കുന്നുണ്ട്. നമ്മൾ വെളിയിലൊന്നും പോകുന്നില്ല, വേറെ കട്ടിയായിട്ടുള്ള ജോലികളൊന്നും ചെയ്യുന്നില്ലല്ലോ, ഭയങ്കരമായിട്ട് വണ്ണവും വെക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ രാവിലത്തെ കടുങ്കാപ്പി കൂടിയൊക്കെ നിർത്തിയിട്ട് ഇപ്പോൾ ഇതാണ് രാവിലെ കുടിക്കുന്നത്. ഇത് ഒരു നമുക്ക് വലിയ പാടാണ് കുടിക്കാൻ, ഒരു കൊഴുപ്പ് പോലത്തെ ഒരു ഇതാണേ. അപ്പം നമുക്ക് കുറച്ചൊക്കെ ഒരു ടേസ്റ്റും ഇല്ല, പ്രത്യേകിച്ച് വലിയ ടേസ്റ്റുകളൊന്നുമില്ല, ഒരു കൊഴുപ്പ് പോലെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും കുടിക്കുന്നതിന് കുഴപ്പമില്ല. ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഇത് കുടിക്കുന്നുണ്ട്. ഒരു 2 ആഴ്ച ഒന്ന് കുടിച്ചു നോക്കട്ടെ, എന്നിട്ട് എന്താണ് ഇതിൻ്റെ റിസൾട്ടെന്ന് ഞാൻ ഇനി അത് കഴിഞ്ഞുള്ള വീഡിയോയിൽ പറയാവേ. അപ്പോൾ വണ്ണം കുറയുന്നുണ്ടോ, വെയിറ്റ് ലോസ് വരുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് പറയാവേ. അപ്പോൾ നമ്മുടെ മസാല ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൂൺ മസാല ഫ്രൈ ചെയ്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കിയാൽ നമ്മുടെ ചേനയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് അരപ്പ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഈ തവി കൊണ്ടൊന്ന് ഉടച്ചു കൊടുത്തപ്പോഴത്തേനും നമ്മുടെ ചേന ഇച്ചിരി കൂടെ വേകാനുണ്ടെന്ന് എനിക്ക് തോന്നി. കാരണം കുറച്ച് ചിലതൊക്കെ വേകുന്നുണ്ട്, ചില ഭാഗമൊക്കെ കട്ടിയുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനത് ഇനിയിപ്പോൾ അരപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോഴത്തേന് വെന്ത് കിട്ടുമല്ലോ. കുറച്ച് നേരം ഞാൻ ഇങ്ങനെ തവി വെച്ച് മാഷ് ചെയ്തിട്ടൊന്നും ഉടയുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പം പിന്നെ ഞാൻ അത് നിർത്തിയിട്ട് അരപ്പ് ചേർത്തേ.
അപ്പോൾ ഓൾറെഡി ഇതിനകത്ത് കുറച്ച് വെള്ളമുണ്ട്. പിന്നെ ഞാൻ മിക്സിയുടെ ജാറ് കഴുകി ആ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തേ. അപ്പോൾ ഇവിടെ കുറച്ച് കട്ടിയായിട്ട് എടുക്കുന്നതിനേക്കാളും ഇഷ്ടം കുറച്ച് ലൂസായിട്ട് എടുക്കുന്നതാണ് ഇഷ്ടമേ. അത് കാരണം പിന്നെ ഞാൻ ഇച്ചിരി ചാറാക്കിയാണ് എടുക്കുന്നത്. അപ്പം ചോറിൻ്റെ പുറത്തേക്ക് ഒഴിച്ച് നമുക്ക് കഴിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനതൊന്ന് മൂടി വെച്ച് കൊടുക്കുക തിളയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് കടുക് വറുക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കടുക് ഉലുവയും പൊട്ടി വന്നപ്പോൾ അതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് ഒരു പിടി തേങ്ങയും കൂടി ഇട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. തേങ്ങയൊന്നും ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിത് നമ്മുടെ എരിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ എരിശ്ശേരിയും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇനി ചോറിന് ഒരു മുട്ടയും കൂടെ പൊരിക്കണം. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വിഭവങ്ങളെ. അത് കഴിഞ്ഞപ്പോഴത്തേന് കാപ്പിക്കൊന്നും ഉണ്ടാക്കുന്നില്ലെന്ന് വിചാരിച്ചപ്പോഴത്തേന് പിന്നെ അവന് രാവിലെ എന്തെങ്കിലും വേണമല്ലോ എന്ന് വിചാരിച്ച് പിന്നെ ഗോതമ്പൊടി ഇട്ട് പഴം രണ്ടുമൂന്നെണ്ണം ഇരിപ്പുണ്ട്. അതൊക്കെ ഇട്ട് ഞാൻ കുഴച്ചിട്ട് ഒരടയുണ്ടാക്കി. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ചായയും വെച്ച് അവന് കൊടുത്തു. ചേട്ടൻ പിന്നെ കഞ്ഞി കുടിക്കുന്നതുകൊണ്ട് കഞ്ഞി എടുത്ത് കൊടുത്തു. ചോറും പൊതിയൊക്കെ എടുത്ത് കൊടുത്തു. അവർ പോയി. പിന്നെ ഞാനും ഒരു അടയുണ്ടാക്കി കഴിച്ചു. ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലുള്ള ചെറിയ വ്ളോഗ്സും കുക്കിംഗ് വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.